പടം കൊള്ളൂല പോരാ. സൂപ്പർ പടമാണ്, മസ്റ്റ് വാച്ചാണ്, എല്ലാവരും വന്നതാണ്. സൂര്യണ്ണൻ കിടിലം. സിംഗത്തിനൊക്കെ ശേഷം തിയേറ്റർ മൊത്തം കത്തിയിട്ടുണ്ട്. അണ്ണനും സായി ഭയങ്കരന്റെ മ്യൂസിക്കും കൂടെ കിടിലായിട്ടുണ്ട്. ആ പടം തൂക്കി. നമ്മൾ കുറെ ദിവസമായിട്ട് കാത്തിരുന്നാണ് അണ്ണന്റെ കമ്പാക്ക്. അണ്ണൻ കിടിലായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി സൂര്യ കമ്പാക്കാണ്. ബ്രോ കൊള്ളാം ബ്രോ. സൂപ്പർ സെറ്റ് പടം മാസ് പടം കേട്ടാ, പറയാൻ ഒന്നുമില്ല. കളർന്ന് വന്നോന്നാ റെട്രോയിൽ വന്ന് ആരും സമ്മതിക്കില്ല. നിങ്ങൾ കണ്ടു നോക്കി, നമ്മളൊന്നും വാക്ക് പറയില്ല, കണ്ടു നോക്കി. സൂര്യ കത്തിയോടെ തിയേറ്റർ സീറ്റൊക്കെ കത്തനായിരിക്കും. എനിക്ക് ഇതൊരു ചൂട് മാറില്ല, ഞാൻ പോട്ട് നല്ല വെള്ളം വാങ്ങിച്ചു കുടിക്കട്ടെ. കിടിലം. പിന്നെ സൂര്യ പൊളി ഭയങ്കര കിടിലം. പിന്നെ കിടിലം, അതായത് ഭയങ്കര കിടിലം. സൂപ്പർ അടിപൊളി. സൂര്യ കിട്ടില്ല, ഒരു രക്ഷയില്ല, അടിപൊളി. സ്ക്രീൻ പ്ലേ എല്ലാം അടിപൊളി. വലിയൊന്നുമില്ല, ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. സൂര്യ കുഴപ്പമില്ല, പഴയ ഒരു വേല് 6 ആ ലെവലിൽ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സൂര്യ കാണാം. സൂപ്പർ പടം ബ്രോ, സൂപ്പർ പടം. സൂര്യയുടെ കമ്പാക്ക്. എന്ത് മ്യൂസിക്കടേ. പടം തൂക്കി അണ്ണ കിടിലം. പ്രതീക്ഷിക്കാത്ത ഒരാൾ ഒരു ലെവൽ വിശ്വാസമല്ലോ, ഒന്നും പറയാൻ. വളരെ നല്ലൊരു തിരിച്ചുവരവാണ് സൂര്യയുടെ. കിടില ഒരു തിരിച്ചുവരവാണ്. സൂപ്പർ സിനിമയാണ്. മറ്റേ ആർജെ ബാലജി പറഞ്ഞ പോലെയാണ്. ഇന്ദ്രൻസിന്റെ ഒക്കെ നല്ല പെർഫോമൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ടെക്നിക്കൽ വശവും പിന്നെ സസ്പെൻസ് ഉണ്ട്, ഒരുപാട് സസ്പെൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ട്രെയിലർ കണ്ട പോലെയല്ല, ട്രെയിലറിൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3Dയിലൊക്കെ ഇറക്കിയെങ്കിൽ നല്ല കിടിലമായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല, പൊളിച്ചടിക്കും. എല്ലാം പടത്തെ ബാലാജി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്നലെ പടം ഇറങ്ങാതെ ശരിക്കും പുള്ളി അന്ന് ആ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് വിഷമിച്ചൊക്കെ കാര്യമുണ്ട്. കാരണം ഈ പടം തമിഴ്നാട്ടിലൊക്കെ വൻ തൂക്കായിരിക്കും പടം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഈ പടം ഒരു റൂറൽ കൊമേഴ്ഷ്യൽ എന്റർടൈനർ രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. കാരണം നമുക്ക് എൻജോയ് ചെയ്യേണ്ട എല്ലാം പടത്തിലുണ്ടാകും. ഇങ്ങനെ സൂര്യ കണ്ടിട്ട് കുറേ ആയി. എനിക്ക് നല്ല സന്തോഷം. പുള്ളിനെ ഇങ്ങനെ, ഞാൻ സൂര്യ ഫാനാണ്, പക്ഷേ ഈ ഇടയ്ക്ക് പുള്ളിന് ഇത്ര ഓറയിലും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ബാലാജിക്ക് താങ്ക്സ് ഉണ്ട്. സൂര്യനെ കിടുന്ന് വെച്ചാൽ കിടും. പുള്ളി ഓരോ പ്രാവശ്യം സ്ക്രീനിൽ വരുമ്പോൾ, ഈ പുള്ളി സ്ക്രീനിൽ വരാൻ 1 മണിക്കൂർ കഴിഞ്ഞാണ് ആ ഇമോഷൻ ബിൽഡ് ചെയ്ത് പുള്ളിയെ കാണിക്കുമ്പോൾ പക്കാ രോമാഞ്ചമാണ്. കറുപ്പ് സ്വാമി കിടിലം. ഈ ഒരു സാധനം പക്ഷേ ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്യാനായിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചും കൂടെ നമുക്ക് കൈയടിക്കാനായിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം. ആ സെക്കൻഡ് ഹാഫ് ആണ് നമുക്ക് കുറെ ഒരു ഇത് തരണം, അത് കൊള്ളാം. മര്യാദക്ക് ഇരുന്നിട്ടില്ല. സൂര്യ സ്ക്രീനിൽ കാണാൻ പൊളി, പല ഭാവത്തിലും പല രൂപത്തിലും. കുറെ റോൾ ഉണ്ടായിരുന്നു സൂര്യക്ക്, നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ പൊളിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് ആണ് പൊളി. വിഷ്വൽ എഫക്ട്സ് എല്ലാരും കണ്ടിട്ട് നല്ല ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറടിച്ച് ഓവറാക്കി കളഞ്ഞു, ചളവാക്കി കളഞ്ഞു. ക്ലൈമാക്സ് ഒന്നും എനിക്ക് പേഴ്സണലി വർക്കായില്ല. തമിഴ്നാട്ടിൽ വർക്കാവും. സൂര്യ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഭയങ്കര കിട്ടുന്ന സാധനം ഒന്നും വിചാരിച്ചില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് ഓക്കെയാണ്. ക്ലൈമാക്സ് എനിക്ക് അത്ര വർക്കൗട്ട് ആയില്ല, ബാക്കി ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഓക്കെയാണ്. ഇന്ദ്രൻസും അനൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂര്യ ഓൾവേസ് സൂപ്പർ. പടം കൊള്ളായിരുന്നു. നല്ലൊരു റിഡംഷൻ ആർക്കെന്ന് വേണമെങ്കിൽ പറയാം. ഇടക്കേറി കാണാം. എന്നുവെച്ചാൽ കങ്കുവ കണ്ടിറങ്ങിയവർക്കെല്ലാം ഈ പടം ഒരു തിരിച്ചുവരവാണ് എന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് പോയത് അറിഞ്ഞില്ല, സെക്കൻഡ് ഹാഫ് ചുമ എന്നുവെച്ചാൽ വലിയ കഥ അങ്ങനെയൊന്നും പറയണ്ട. ചുമ്മാ കയറി കുറച്ച് നല്ല മാസമായിട്ടുള്ള ചെക്കന്മാർ ഫാൻ ബോയ്സ് ഉണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ട് കൂവാൻ വേണ്ടിയുള്ള നല്ല എലമെന്റ്സ് ഒക്കെ ഉണ്ട്. പടം 2026 അണ്ണം തൂക്കിയില്ലേ, നല്ല അടിപൊളി സിനിമ, നല്ല സിനിമ. എല്ലാവരും കയറി കാണാം. 2026 അണ്ണം തൂക്കി. ഒരു വെറൈറ്റി എന്ത് പറയും, അത് നിങ്ങൾ കണ്ടാലേ മനസ്സിലാവുമോ. എല്ലാവരും കയറി കാണാം, നല്ല സിനിമ, അടിപൊളി സിനിമ, എല്ലാവരും കയറി കാണാം. അണ്ണ അടിപൊളി. അണ്ണനെ പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അണ്ണ എപ്പോഴും അടിപൊളിയല്ലേ. നമ്മൾ അണ്ണനെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അണ്ണ അടിപൊളിയാണ്. അതിനെക്കാട്ടി എന്താ പറയുക, എല്ലാവരും അഭിനയിച്ചിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട്, നല്ല അഭിനയവും നല്ല ഇത് അടിപൊളിയായിട്ടുണ്ട് പടം. സൂര്യയുടെ കമ്പാക്ക് തന്നെയാണ്. പുള്ളിക്കാരൻ ഇന്ദ്രൻസേട്ട, എസ്പെഷ്യലി ഇന്ദ്രൻസേട്ട ആക്ടിങ് എടുത്ത് പറയേണ്ടതാണ്. ഇന്ദ്രൻസേട്ട കരയിപ്പിച്ച് ലിറ്ററലി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇത്രയും സെലിബ്രേറ്റ് ചെയ്തൊരു പടം സൂര്യയുടെ കാണുന്നത്. സൂര്യയുടെ കമ്പാക്ക് തന്നെയാണ്. പുള്ളി അത്രത്തോളം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കിടിലം പടം കേട്ടാ, കിടിലം. പക്ഷേ ഫസ്റ്റ് ഹാഫാണ് ഈ പടത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് നമുക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഇന്ദ്രൻസ് തൂക്കിയിട്ടുണ്ട്. ഒരു മലയാള സിനിമയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ സൂര്യയുടെ ആക്ഷൻ പൊളിച്ചു കേട്ടാ മുത്തേ. ഡാൻസ് ഒരു രക്ഷയില്ല. കാരണം കിടിലം ഡാൻസ്, കിടിലം ആക്ഷൻ, ഒപ്പം തന്നെ കിടിലം പാട്ടുകൾ തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. സൂര്യ ഫാൻസിനെ അഹങ്കരിക്കാൻ വേണ്ടി ഒരുപാട് കണ്ടന്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓവറോൾ ബീജിംഗ്, മ്യൂസിക്, എവറിത്തിങ്. സൂര്യയ്ക്ക് പൊളിക്കാനുള്ളതെല്ലാം തിയേറ്ററിനകത്തുണ്ട്. അത് ഫാൻസുകാർ എണീറ്റ് നിർത്തിയ ആ ഓരോ പാട്ടിനോടൊപ്പം
തിയേറ്ററിനകത്ത് സീറ്റിൽ നിന്ന് എണീറ്റ് നിന്ന് ഡാൻസ് കളിക്കുന്നത് തന്നെ നമുക്കൊരു വലിയ ഉദാഹരണമാണ്. കറുപ്പ് എന്തായാലും തൂക്കിയിട്ടുണ്ട്, നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട്.